ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. നേതൃത്വത്തിലെ കള്ളപ്പണക്കാരെയും കുഴൽപ്പണക്കാരെയും തുറന്നുകാട്ടുന്നതിനാണ് മത്സരമെന്ന് തിരൂർ സതീഷ് 24-നോട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റേതായ സുഹൃത്തുക്കളെല്ലാവരും എൻ്റെ ഒരു ശക്തമായൊരു നിലപാട്, കള്ളപ്പണത്തിനെതിരെയുള്ള നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചതിന് അത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഇത്തരം കള്ളത്തരക്കാരെ തുറന്നു കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് മത്സരരംഗത്ത് ഉണ്ടാവണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നമ്മൾ എല്ലാവരുടെയും ഒരു അഭിപ്രായത്തിൽ ഞാൻ മത്സരിക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ മത്സരരംഗത്ത് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കൊടകര കുഴൽപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു, വിവാദമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ബി.ജെ.പിക്കെതിരെ രംഗത്തിറങ്ങാനാണോ അദ്ദേഹത്തിന്റെ തീരുമാനം? ബി.ജെ.പിക്കെതിരെ രംഗത്തിറങ്ങുന്ന രണ്ടാമത്തെ വിമതൻ എന്ന് വേണമെങ്കിൽ തിരൂർ സതീഷിനെ വിശേഷിപ്പിക്കാം. മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശ്രീശൻ അടിയാട്ട് മുൻ ജില്ലാ അധ്യക്ഷൻ മത്സരിക്കുമെന്ന് അറിയിച്ച അദ്ദേഹം സ്നേഹസംഗമൊക്കെ നടത്തി തൃശൂർ ജില്ലയിൽ തന്നെ മണ്ഡലത്തിൽ തന്നെ സജീവമായി രംഗത്തുണ്ട്. അതിനിടയിലാണ് കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ജില്ലാ ഓഫീസ് സെക്രട്ടറി ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹവും മത്സരിക്കാൻ സന്നദ്ധനാവുകയാണ്. തിരൂർ സതീഷ് തൃശൂർ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ ആ കുഴൽപ്പണക്കാരുടെ പുറകെ തന്നെയാണ് പോകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് സതീഷ് ആവർത്തിക്കുന്നു. നിയമപരമായ പോരാട്ടങ്ങളിലൂടെയാണ് താൻ ആദ്യഘട്ടത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുഴൽപ്പണ മാഫിയയെ തകർക്കുക എന്നത് തന്നെയാണ്. കുഴൽപ്പണത്തിനും കള്ളപ്പണത്തിനും എതിരായ ബി.ജെ.പി. നേതൃത്വത്തിനെതിരായ ബി.ജെ.പി. പ്രവർത്തകരുടെ അടക്കം വോട്ടുകൾ തനിക്ക് സമാഹരിക്കാനാകും. ബി.ജെ.പിയുടെ തോൽവി അതിലൂടെ ഉറപ്പാക്കുമെന്നാണ് പറയുന്നത്. തൃശൂർ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് യാതൊരു സാധ്യതയുമില്ല എന്നും തിരൂർ സതീഷ് വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരത്തിലൊരു വ്യക്തിപ്രഭാവം ഒരു തരത്തിലും നേടിയിട്ടില്ല എന്നും തിരൂർ സതീഷ് വ്യക്തമാക്കുന്നു. എന്തായാലും മത്സര രംഗത്തേക്ക് ബി.ജെ.പിയുടെ രണ്ടാമത്തെ വിമതനായി കടന്നു വരുമെന്ന സൂചനയാണ് തിരൂർ സതീഷ് മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി നൽകുന്നത്. ബി.ജെ.പിക്കെതിരെ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ തിരൂർ സതീഷ് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.